മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഓ ഈശ്വരേ, എന്ത് വേദന. ജോണേ, എടാ ജോണേ, എന്താ? അമ്മ ഫുഡ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തിന് എല്ലാം എടുത്ത് കഴിച്ചോളണം കേട്ടോ. ക്രിസ്റ്റോനും കൊടുക്കണം കേട്ടോ. ഓക്കെ അമ്മ. അമ്മ ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? അത് സാരല്ലടാ, മോൻ പ്രാർത്ഥിച്ചാൽ മതി, കുറഞ്ഞോളൂ കേട്ടോ. ദേ, മൊബൈലൊന്നും കളിച്ചാൽ അധികം സമയം കളഞ്ഞേക്കരുത്. വാ. ക്രൂശിതനോടൊപ്പം കരുണയുടെ പ്രവാചകൻ. ഇതാ ഒരു ദുഃഖവെള്ളി കൂടി നമ്മുടെ ജീവിതത്തിൽ. നരകശിക്ഷയ്ക്ക് അർഹമായ മനുഷ്യകുലത്തിൻ്റെ വിധി തിരുക്കുമാരൻ തിരുരക്തത്താൽ തിരുത്തി എഴുതിയ ദിവസം. താൽക്കാലികമായി തിന്മ വിജയിച്ചു എന്ന പ്രതീതി ദുഃഖവെള്ളി ഉളവാക്കുമെങ്കിലും ഉത്ഥാനത്തിലൂടെ നന്മയുടെ പൂർണ്ണ വിജയം ലോകം കണ്ടു. ദൈവകരുണ ഏറ്റവും അധികമായി ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങിയത് എന്ന് ചോദിച്ചാലും അതിനും ഉത്തരം ദുഃഖവെള്ളി തന്നെയാണ്. കാരണം ഈശോ സ്വന്തം ജീവൻ വിലയായി കൊടുത്ത് മനുഷ്യകുലത്തെ വീണ്ടെടുത്ത ദിവസം. നേഴ്സുമാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖവെള്ളി അനുഭവങ്ങൾ കോർത്തിണക്കിയ ഇന്നത്തെ നേഴ്സസ് ടൈബിലേക്ക് പ്രാർത്ഥനയോടെ ഏറ്റവും സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്റ്റമോനെ, അമ്മ ഡ്യൂട്ടിക്ക് പോവാട്ടോ. അമ്മ ഡ്യൂട്ടിക്ക് പോകണ്ട. അതെങ്ങനെയാ? അമ്മ ഡ്യൂട്ടിക്ക് പോയാലല്ലേ മോനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് മേടിച്ചു തരാൻ പറ്റുള്ളൂ. പപ്പ ഇപ്പൊ വരില്ലേ? മോൻ ചേട്ടൻ കൂടി ഇരുന്ന് കളിച്ചോട്ടോ. അമ്മ
എപ്പോഴാ വരാ? വേഗം വരില്ലേ? അമ്മ വേഗം വരാട്ടോ. ജോണു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മൊബൈലിൽ കളിക്കരുതെന്ന്. അമ്മ പോവാട്ടോ. ഓക്കെ, ബൈ. മക്കളെ, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? കണ്ടാണോ? റോസ് കുറുമ്പ് കഴിച്ചോ? ഇല്ലല്ലേ? ആ, റോസ് നല്ല കുട്ടിയായിട്ടിരുന്നു അല്ലേ? അമ്മ ഞാൻ ഇപ്പൊ വരാവേ. ആ, ഓക്കെ. എന്താ വിഷമിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. അതല്ല, എന്തുകൊണ്ട്? എന്താ കൃഷ്ണമോനെ? അമ്മ ഡ്യൂട്ടിക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പപ്പ വരുന്നത് വരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം. അത്രേ ഉള്ളോ? ഇങ്ങ് വന്ന്. മുമ്പൊക്കെ അമ്മയും പപ്പയും ഡ്യൂട്ടിയിലോട്ട് പോകുമ്പോൾ ഞങ്ങളും സാഡായിരുന്നു. പക്ഷെ ഒരു ദിവസം കാറ്റഗിസം ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു, ഈശോ നമ്മുടെ കുറിച്ച് എപ്പോഴും ഉണ്ട്. യേശുള്ളപ്പോ മാതാവുണ്ട്, യേശുപിതാവുണ്ട്, മാലാഖമാരുണ്ട്. അതെ രസു. ചേട്ടാ, അപ്പൊ നമ്മുടെ കൂടെ ഈശോയും മാതാവും എല്ലാവരും ഉണ്ടല്ലേ? അതെ കൃഷ്ണമോനെ, ഇപ്പൊ നിന്റെ പേടിയെല്ലാം മാറിയോ? ഹാപ്പി ആയോ? ഹാപ്പിയായി. എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കേ. കാരുണ്യവാനായ ഈശോയെ, അനേകരുടെ വേദനയൊപ്പുവാനായി രാപകലില്ലാതെ അധ്വാനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരോടൊപ്പം ആയിരിക്കേണ്ട നിമിഷങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ സ്നേഹാർദ്രമായ കരങ്ങൾ കൊണ്ട് അവരെ പൊതിഞ്ഞു പിടിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കൃപകളാൽ നിറയ്ക്കണമേ. കരുണ ഒഴുകിയിറങ്ങുമീ ദുഃഖവെള്ളി, കൃപകളാൽ നിറയുമീ തിരുവുത്ഥാനം. ദൈവകരുണയെപ്പറ്റി നാം ഏറ്റവും അധികം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ദുഃഖവെള്ളി മുതൽ പുതുഞായറാഴ്ച വരെ. തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള നഴ്സുമാർക്ക് വേണ്ടിയും നാം ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് വേണ്ടിയും ഒക്കെ ഈ 9 ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്ന പതിവ് വർഷങ്ങളായി നേഴ്സസ് മിനിസ്ട്രിക്കുമുണ്ട്. എന്തുകൊണ്ടാണ് നാം ഇത്രമാത്രം ദൈവകരുണയിൽ ആശ്രയിക്കുന്നത്? കാരണം നാം ദൈവകരുണയിൽ ആശ്രയിക്കും തോറും കൃപകളാൽ നിറയുന്നു. ഈ ലോക ജീവിതം ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. പലപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുവാനോ വിശേഷ ദിവസങ്ങളിൽ വീട്ടിലായിരിക്കുവാനോ ഒന്നും സാധിക്കാതെ വരുമ്പോൾ വിഷമമുണ്ടാകാം, ദേഷ്യമുണ്ടാകാം. എങ്കിലും ഈ അവസരങ്ങളിലെല്ലാം നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് നമ്മിൽ നിറഞ്ഞ ഈ കൃപ, ഈ കരുണ ഒഴുക്കുവാൻ നമുക്ക് സാധിച്ചാലോ? ഈ ലോകം മുഴുവൻ ദൈവകരുണയാൽ, ദൈവകൃപയാൽ നിറയുകയില്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് ഓഫ് ആണെന്ന്. ആകെ ഡാർക്കായി. അതേടാ, ഇതേ നോക്കിയേ, എനിക്കും ഡ്യൂട്ടിയാ, എന്താ ചെയ്യാം. ഗുഡ് ഈവനിങ്. എന്താ രണ്ടാളും വിഷമിച്ചിരിക്കണ? ഡ്യൂട്ടിക്കൊന്നും കയറണില്ലേ? എന്തോട്ട് ഡ്യൂട്ടി ആകെ സീനാണ്.
കഴിഞ്ഞ ഈസ്റ്ററിന് ഡ്യൂട്ടി കിട്ടിയപ്പോൾ വിചാരിച്ചു ഇക്കൊല്ലം ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കാമെന്ന്. പക്ഷെ ഇക്കൊല്ലം ഡ്യൂട്ടി മൊത്തം കോളായി. എനിക്കും അതെ ചേച്ചി, ദുഃഖ വെള്ളിയാഴ്ച ഡ്യൂട്ടി ചെയ്യാം. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇതൊന്നും നടക്കില്ല. മുമ്പൊക്കെ എനിക്ക് ഡ്യൂട്ടി കിട്ടുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ ഡയറി കുറിപ്പ് വായിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. സന്തോഷമാണെന്നോ? എന്താ ഡയറിയിൽ എഴുതിയിരിക്കണേ? അത് പറയാം. വിശുദ്ധ ഫൗസ്തീനാമ്മ ഒരു ദിവസം അസുഖമായിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. അന്ന് ദിവ്യബലിക്ക് പോകാൻ പറ്റിയില്ല വിശുദ്ധയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ പോലെ ഇങ്ങനെ കേൾക്കാണ്. അപ്പോൾ പതുക്കെ ആ റൂമിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു രോഗി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് വേദനയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ഫൗസ്തീനാമ്മ എന്നിട്ട് ആ രോഗിയുടെ കൂടെ ഇരുന്ന് ആ രോഗിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ രോഗിനെ ശുശ്രൂഷിച്ച് അവിടെ ഇരുന്നു. പക്ഷേ എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലൊരു വിഷമമുണ്ട്, കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പക്ഷേ ഈ ഫൗസ്തീനാമ്മ എന്നും ഇങ്ങനെ ഈശോ ആയിട്ട് സംസാരിക്കും. അത് നിങ്ങൾ കേൾക്കണ്ടോ? ഇങ്ങനെ ഈശോ ആയിട്ട് അപ്പം അങ്ങനെ ഫൗസ്തീനാമ്മ ഇങ്ങനെ അന്ന് വൈകുന്നേരം ഇങ്ങനെ ഈശോ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മയുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഈശോയോട് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പം അന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു വിഷമം ഈശോയോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മകളെ, നീ ഇന്ന് ഈ രോഗിയുടെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുകയും ആ രോഗീനെ ആശ്വസിപ്പിക്കുകയും ആ രോഗിയുടെ കൂടെ ഇരുന്നതാണ് എനിക്ക് സ്വീകാര്യമായത്. അത് വായിച്ചതിന് ശേഷം എനിക്കൊരു ബോധ്യം കിട്ടി. നമ്മൾ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പള്ളിയിലൊന്നും പോകാൻ പറ്റാതെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഈശോനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. അതിൽ നമ്മളങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സന്തോഷമായിട്ട് ഡ്യൂട്ടി ചെയ്യാം. അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാനൊന്നും ഇതുവരെ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതേടാ, നമുക്ക് ഈ ഡ്യൂട്ടി ഒന്നും വലിയ സീനാക്കണ്ട. ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ നമുക്ക് വളരെ സന്തോഷത്തോടെ ഡ്യൂട്ടി ചെയ്യാം. സമയമായല്ലോ, നമുക്ക് ഡ്യൂട്ടിക്ക് കയറിയാലോ? നിങ്ങൾ പൊക്കോട്ടോ. ഞാൻ കുറച്ച് പെസഹപ്പം വന്നിട്ടുണ്ട്. ഞാൻ ആ 24 അമ്മച്ചിക്ക് കൊടുത്തിട്ട് വരാം. നമ്മളങ്ങനൊന്നും ചിന്തിച്ചില്ലല്ലേ? ആ ചേച്ചിയൊരു സംഭവട്ടോ. ഈശോനാഥ, കുടുംബത്തോടൊപ്പം ആയിരിക്കേണ്ട പല അവസരങ്ങളിലും അതിന് സാധിക്കാതെ ജോലിക്ക് പോകേണ്ടി വരുമ്പോൾ ഓരോ നേഴ്സും അനുഭവിക്കുന്ന മാനസിക വ്യഥകളെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവയെല്ലാം അങ്ങയെ ശുശ്രൂഷിക്കുവാനായി ഞങ്ങൾക്ക് ലഭിക്കുന്ന അമൂല്യ നിമിഷങ്ങളായി കരുതിക്കൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ശുശ്രൂഷിക്കുവാൻ ഓരോ നേഴ്സിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കൃപകളാൽ നിറയ്ക്കണമേ. കരുണ ഒഴുകിയിറങ്ങുമീ ദുഃഖവെള്ളി, കൃപകളാൽ നിറയുമീ തിരുവുത്ഥാനം. ഗുഡ് ഈവനിങ് അമ്മച്ചി. ഗുഡ് ഈവനിങ് മോളെ. ഇന്നെന്താ അമ്മച്ചിക്ക് ഒരു ഉഷാറില്ലല്ലോ? എന്താണെന്ന് അറിയില്ല മോളെ, ആകെ ഒരു ക്ഷീണം, വേദന കാരണം ഒന്ന് ഉറങ്ങാനും സാധിച്ചില്ല. അമ്മച്ചി ഒന്നും കഴിച്ചില്ലേ ഇന്ന്? വിശപ്പില്ല മോളെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയല്ലേ, പള്ളിയിലും പോകാൻ സാധിച്ചില്ല. വീട്ടിലായിരുന്നെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥിച്ച് മക്കളുടെ കൂടെ മുറിക്കുന്ന സമയമല്ലേ ഇപ്പം. പെസഹാപ്പം ഒന്നും മുറിച്ചില്ലാന്ന് ഓർത്ത് അമ്മച്ചി വിഷമിക്കേണ്ട, അപ്പൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട്. ആണോ മോളെ? ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ സഹനമൊക്കെ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ. ഈശോ അസുഖമൊക്കെ മാറ്റിക്കോളും. അത് ശരിയാ മോളെ. യേശുവേ നന്ദി. ഓ ഈശോയെ,
ഞങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ രോഗികളെയും അങ്ങയുടെ കണ്ണിലൂടെ കാണുവാനും അവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ അനന്തമായ കരുണ അവരോടും കാണിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഇന്നേ വരെ ഞങ്ങൾ ശുശ്രൂഷിച്ച ഓരോ രോഗികൾക്ക് വേണ്ടിയും ഇനി ഞങ്ങൾ ശുശ്രൂഷിക്കാനിരിക്കുന്ന രോഗികൾക്ക് വേണ്ടിയും അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കൃപകളാൽ നിറയ്ക്കണമേ. കരുണ ഒഴുകിയിറങ്ങുമീ ദുഃഖവെള്ളി, കൃപകളാൽ നിറയുമീ തിരുവുത്ഥാനം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപഭാരവും ദുഃഖവും നിരാശയും രോഗങ്ങളുമൊക്കെ ദുഃഖ വെള്ളിയാഴ്ചകളായി ലോക അവസാനമായി കരുതാതെ ദുഃഖവെള്ളിയിൽ നിന്നും ഉത്ഥാന ഞായറിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ അകലമുള്ളൂവെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഉത്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ ദൈവം മാലാഖമാരെ അയച്ചതുപോലെ നമ്മയും പലരുടെ അടുത്തേക്കും മാലാഖമാരായി അയക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ വേദനകളിൽ, നിരാശയിൽ, രോഗപീഠകളിൽ അവരെ ആശ്വസിപ്പിക്കാൻ, അവരിലേക്ക് ദൈവകരുണ ഒഴുക്കുവാൻ. അങ്ങനെയെങ്കിൽ ദൈവകാരുണ്യത്തിൻ്റെ പെരുമഴയാൽ നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ ഹൃദയം കുതിർന്ന് അവിടെ നിന്നും ഒരു ഉരുൾപൊട്ടൽ, ദൈവകരുണയുടെ ഉരുൾപൊട്ടൽ വളരെ അനിവാര്യമാണ്. ആ ദൈവകരുണ ലോകം മുഴുവനിലേക്കും ഒഴുകുമ്പോൾ നമുക്കും അനേകരുടെ ജീവിതത്തിലെ ഉത്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ ഉരുട്ടി മാറ്റുവാനായിട്ട് സാധിക്കും. ഉദ്ധിതൻ ആദ്യമായി ചോദിച്ച ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് ഈശോ നമ്മയും നോക്കി ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് നിരാശപ്പെടുന്നത്? കണ്ണുനീർ തുടച്ചു നീക്കൂ. ഉത്ഥാന പുലരിയെ നോക്കി ചിരിച്ചു തുടങ്ങൂ. പ്രിയമുള്ളവരെ, ദൈവകരുണയാൽ നിറയപ്പെടുവാനായി, കൃപകളാൽ നിറയപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ്റെ ആശീർവാദം, കർത്താവ് നൽകുന്ന ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കരുണ ഒഴുകിയിറങ്ങുമീ ദുഃഖവെള്ളി, കൃപകളാൽ നിറയുമീ തിരുവുത്ഥാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സർവശക്തനായ ദൈവമേ, നിൻ്റെ തിരുമുമ്പിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും, പ്രത്യേകിച്ച് ആതുര സേവന ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവർ ശുശ്രൂഷിക്കുന്ന എല്ലാ രോഗികളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ വേദന നിനക്ക് മാത്രമാണല്ലോ അറിവുള്ളത്. ആ വേദനകളെ കർത്താവ് നീ കടന്നു ചെല്ലണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പീഡാസഹനത്തെ കർത്താവെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. നിൻ്റെ ഓരോ വേദനയും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വേദനകളെല്ലാം കർത്താവെ ഉദ്ധാനത്തിലേക്ക് അങ്ങേ നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെയും നിൻ്റെ വേദനകളോടൊപ്പം ചേർത്ത് വെക്കുവാനായിട്ട് കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ ആതുര സേവന ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാരും, എല്ലാ സഹോദരി സഹോദരന്മാരും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഭവനങ്ങളെ കർത്താവ് ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. അവരുടെ ഭവനങ്ങൾ അവർ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും സാമ്പത്തികമായ പരാധീനതകളെയൊക്കെ ദൈവമേ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അവരനുഭവിക്കുന്ന വേദനകളെ കർത്താവെ നീ കടന്നു വരണമേ. ഒത്തിരി പേര് ദൈവമേ ഭവനങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ജോലി ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ദൈവമേ ഞങ്ങളുടെ ഈ ലോകത്ത്. അവരെയും കർത്താവ് നീ കടാക്ഷിക്കണമേ. അവർക്കൊരിക്കലും ഒറ്റപ്പെട്ടെന്നുള്ളൊരു ബോധ്യം വരുത്താതെ നീ അവരുടെ ഒപ്പം ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് കർത്താവെ അവരെ ഓരോരുത്തരെയും അങ്ങ് വളർത്തണമേ. അമ്മേ മാതാവേ, നസറത്തിൻ്റെ കുടുംബത്തെ പരിപാലിച്ചതുപോലെ ഇവരുടെ എല്ലാ ഭവനങ്ങളെയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നിങ്ങളോട് കൂടെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രൂശിതനോടൊപ്പം കരുണയുടെ പ്രവാചകരാകാൻ ഈശോ നമ്മെയും വിളിക്കുന്നു.